നമസ്കാരം. എൻ്റെ നാട് പരവൂരിൻ്റെ ചരിത്ര പദങ്ങളിലൂടെ ഒരു യാത്ര 10ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ തേരോട്ടം ഇപ്പോൾ പൊഴിക്കരയിലൂടെയാണ് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ നാട് കേരളത്തിലെ പുരാതന ഗ്രാമങ്ങളിൽ ഒന്നാണ്. പരവൂരിൻ്റെ ചരിത്ര വീഥികളിലെ പൊൻതൂവലാണ് പൊഴിമുറിഞ്ഞുണ്ടായ ഈ കര. പെരുമയുടെ പുകൾപ്പറ്റ ഈ കരയുടെ അവകാശികളായി ജീവിക്കുന്ന മാളോർക്ക് അതിൻ്റെ ചരിത്രകഥ കുറെയെങ്കിലും അറിഞ്ഞിരിക്കണം, അല്ലേ? അതിനാണ് ഈ തേരോട്ടം. അതെ, ഈ മണ്ണിന് പറയുവാൻ ഒരുപാട് കഥകളുണ്ട്. ചരിത്ര സംഭവങ്ങൾ, തേരോട്ടങ്ങൾ, പടയോട്ടങ്ങൾ, ശാസനകൾ, രാജാക്കന്മാർ, കൊട്ടാരങ്ങൾ, അങ്ങനെ പലതും. അതിലൂടെയാണ് ഈ തേരോട്ടം. അപ്പോൾ നമുക്ക് തേരോട്ടത്തിലേക്ക് കടക്കാമല്ലേ? എല്ലാവർക്കും സ്വാഗതം. പ്രതികരണങ്ങൾ അറിയിക്കണേ. You are watching Jewel Junction Media. നീ മുറിച്ചതിരുന്നു ശൗര്യം കൊണ്ടല്ലേ. കേരളോൽപത്തിയുമായി ബന്ധപ്പെട്ട കഥയിൽ പറയുന്നത് പോലെ പൊഴിക്കര ദേവീക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാലയങ്ങളിൽ പെടുന്നില്ല എന്നതാണ് സത്യം. ശിവപ്രതിഷ്ഠയിൽ നിന്നാണല്ലോ ദുർഗാദേവിയിലേക്ക് വന്നു ചേർന്നത്. തിരുവമൃതേറ്റിനുള്ള നെയ്യും വിളക്കിനുള്ള എണ്ണയും മറ്റും ശേഖരിച്ച് വഴിപാടും ഊട്ടും നടത്താനുള്ള ചുമതല വേണാട്ട് 300വർക്കും കീഴീട്ട് 300വർക്കും ആണ് നൽകിയിരുന്നത്. വേണാട് രാജാവിന് 300 ജനപ്രതിനിധികളടങ്ങിയ ഒരു സമിതി, അതായത് അസംബ്ലി ഉണ്ടായിരുന്നു. ഈ സമിതിയെയാണ് 300അവർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണസമ്പ്രദായം അന്നുണ്ടായിരുന്നു എന്ന് ഇത് വെളിപ്പെടുത്തുന്നു. കൊല്ലവർഷം 1362, അതായത് 14ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മണിപ്രവാളത്തിലെ ആദ്യ സന്ദേശകാവ്യമായ ഉണ്ണിനീലി സന്ദേശത്തിൽ ഇടം നേടാൻ പൊഴിക്കര ദുർഗാദേവി ക്ഷേത്രത്തിന് കഴിഞ്ഞു എന്നത് ഏറെ ഖ്യാതി നേടിയ ചരിത്രാഖ്യാനം തന്നെയാണ്. ഉണ്ണിനീലി സന്ദേശത്തിൽ പൊഴിക്കര ദുർഗാദേവി ക്ഷേത്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന വരികളാണിത്. പിന്നെ നീ പിന്നിലാക്കി കോളമ്പാഖ്യം നിജകുലപുരി കോപകാധീശ മൗലേ നാളൻറുക്കെ സമുദായവതി കാൺക സർവാംഗനാഥ. നാലമ്പലത്തിന് വെളിയിൽ വടക്കു ഭാഗത്തായാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടുപുര. ബ്രാഹ്മണർക്ക് നിത്യവും സൗജന്യ ഭക്ഷണം വിളമ്പുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഊട്ടുപുര. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് രാമയ്യൻ ദളവയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പരിസരങ്ങളിലും റോഡരികിലും ഈ വിധം ഊട്ടുപുരകൾ നിർമ്മിച്ചത്. ഈ പൊഴിക്കര അമ്പലവും അതിലുള്ള ഊട്ടുപുരയും ചരിത്ര പ്രസിദ്ധമാകാൻ വലിയൊരു സംഭവമുണ്ട്. അത് ഞാൻ പറയാം. ബാലരാമവർമ്മ അത്ര മിടുക്കനായ രാജാവല്ലായിരുന്നു. അന്ന് രാജാ കേശവദാസൻ ദിവാനായിട്ട് വന്നു. പക്ഷെ അദ്ദേഹം സമർത്ഥനായിരുന്നു. രാജാ കേശവദാസൻ്റെ സഹായിയായിരുന്ന ജയന്തൻ നമ്പൂതിരി സ്വാധീനിക്കാനായി കൊച്ചി രാജാവിൻ്റെ സഹായിയായിരുന്ന ഈ തോട്ടപ്പൈ നമ്പൂതിരി കരപ്രമാണങ്ങൾ രഹസ്യമായിട്ട് കൈക്കലാക്കിയിട്ട് എന്ത് ചെയ്ത്, ഈ തോട്ടപ്പൈ ആ പ്രമാണവുമായിട്ട് കൊച്ചി പോകാൻ വേണ്ടി യാത്ര തിരിച്ചിട്ട് അദ്ദേഹം
ജലമാർഗം വന്നിട്ട് പൊഴിക്കര ഊട്ടുപുരയിലാണ് ആഹാരം കഴിക്കാനായിട്ട് കയറിയത്. ഇത് മണത്തറിഞ്ഞ രാജാ കേശവദാസൻ സമുദ്രമാർഗം ഈ തോട്ടപ്പയ്യെ പിന്തുടർന്ന് എന്നിട്ട് പൊഴിക്കര പ്രദേശത്തിട്ട് ആണ് അദ്ദേഹത്തെ പിടിച്ചത്. അത് ഊട്ടുപുരയിൽ ഉണ്ടായിരിക്കുമെന്നുള്ള ധാരണയിൽ ഊട്ടുപുരയിൽ വന്നപ്പം തോട്ടപ്പൈ ഊട്ടുപുരയിലുണ്ട്. പ്രമാണം സഹിതം അദ്ദേഹത്തിനെ പിടിച്ച് തക്ക ശിക്ഷയും കൊടുത്ത്. കൈവിട്ടുപോയ കരപ്രമാണങ്ങൾ തിരിച്ച് പിടിക്കാൻ സാധിച്ചത് പൊഴിക്കര ഊട്ടുപുര ഉള്ളതുകൊണ്ടാണ്. ആ ഊട്ടുപുരയിൽ കയറിയില്ലായിരുന്നെങ്കിൽ പ്രമാണം കൊച്ചിയിലെത്തിയേനെ. അതിൻ്റെ ശിക്ഷയായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആലിൽ കെട്ടിയിട്ട് പരസ്യമായിട്ട് നല്ല അടി കൊടുത്തിട്ടാണ് വിട്ടത്. പ്രമാണവും കൈക്കലാക്കി അടിയും കൊടുത്ത്. ഈ ചരിത്രം വായിച്ച് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു ഊട്ടുപുര പൊഴിക്കരയിൽ പ്രവർത്തിച്ചിരുന്നത്. ആ ഊട്ടുപുരയുടെ ഇപ്പം ഒരു അവശിഷ്ടമായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ വരും തലമുറയെ ഇങ്ങനെ ഒരു പ്രസിദ്ധമായ സ്ഥാപനം നമുക്കുണ്ടായിരുന്നെന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടി അത് ഒന്ന് പുനരുദ്ധാരണം ചെയ്ത് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. ഇവിടെ ഒരു കൊച്ചു കൊട്ടാരമുണ്ട്. കൊട്ടാരം മാത്രമല്ല, സത്രവും. ഇതൊക്കെ പണ്ട് കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് എന്നാണ് ഒരു വിശ്വാസം. ടി.എസ്. കനാലിലൂടെ തലങ്ങും വിലങ്ങും രാജാക്കന്മാരും മറ്റു പ്രമുഖ വ്യക്തികളുമെല്ലാം കെട്ടുവള്ളങ്ങളിലും ഒക്കെ ആയിരുന്നു ജലയാത്ര നടത്തിയിരുന്നത്. അവരുടെ പ്രധാന ഇടത്താവളമായിരുന്നു ഈ രാജകൊട്ടാരം എന്ന് പറയുന്നത്, ഈ കൊച്ചു കൊട്ടാരം എന്ന് പറയുന്നത്. 14-ാം നൂറ്റാണ്ടിൽ പോലും ജലഗതാഗതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ണുനീലി സന്ദേശത്തിൽ തന്നെ പ്രധാനമായും വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്കും, കൊല്ലത്ത് നിന്ന് കണ്ടിയൂരിലേക്കും, കണ്ടിയൂരിൽ നിന്ന് കടുത്തുരുത്തിയിലേക്കും ജലയാനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമായിട്ടും ടി.എസ്. കനാലും മണിയംകുളമാറും ഇത്തിക്കര ആറും ഒക്കെ ആയിരുന്നു ചങ്ങലകളായിട്ട് ഉണ്ടായിരുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും ഡച്ചുകാരും എല്ലാം പ്രധാനപ്പെട്ട ഉടമ്പടികളെല്ലാം ചർച്ച ചെയ്തിരുന്നത് ഈ കൊച്ചു കൊട്ടാരത്തിൽ വെച്ചിട്ടായിരുന്നു. അതും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും വെച്ചിട്ടായിരുന്നു. അത് പ്രധാനമായിട്ടും മണിയംകുളം ആറ്, ടി.എസ്. കനാല്, ഇത്തിക്കര ആറ്, അതിലൂടെയൊക്കെ ആയിരുന്നു. നമ്മുടെ നാടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മണിയംകുളം കടവ്, അതുപോലെ മഞ്ചേരി കടവ്, അവിടെയൊക്കെ ആയിരുന്നു ഈ രാജാക്കന്മാരും പ്രമുഖ വ്യക്തികളും ഒക്കെ വന്നിറങ്ങിയിരുന്നത്. അവിടെ ഒരു മഞ്ചേരി കടവിൽ തന്നെ ഒരു വിളക്ക് മരം ഉണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ അത് ശിലാരൂപത്തിൽ ജീർണിച്ച ഒരവസ്ഥയിലാണ്. അത് രാത്രികാലങ്ങളിൽ രാജാക്കന്മാർ വരുമ്പോഴത്തേക്ക് ദിക്കും ദിശയും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ വിളക്കുമരമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് മഞ്ചേരി കടവിൽ അല്ലെങ്കിൽ മണിയംകുളം ആറിൻ്റെ കടവിൽ വരുമ്പോൾ രാജാക്കന്മാരെയൊക്കെ പല്ലക്കിലേറ്റിക്കൊണ്ടായിരുന്നു ഈ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ നാട്ടുവഴി കൂട്ടമെല്ലാം അവിടെ ആ പരിസര പ്രദേശം, ഈ രാജകൊട്ടാരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലായിരുന്നു വെച്ച് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ രാജാവിൻ്റെ കുതിരകളും എല്ലാം ആ തൊട്ടടുത്തുള്ള പ്രദേശത്തായിരുന്നു കെട്ടിയിരുന്നത്. കടലും കായലും സംഗമിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മുടെ പൊഴിക്കര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുഴകളും ആറുകളും വാത്സല്യം കൊണ്ട് സസ്യശ്യാമളമാം പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു കരപ്രദേശമായതുകൊണ്ടാവാം ഈ വിദേശികളും രാജാക്കന്മാരുൾപ്പെടെയുള്ളവർ ഇതിനെ ഒരു പ്രധാന ഇടത്താവളമായിട്ട്, നീണ്ട യാത്രകളിൽ വരുമ്പോൾ പ്രധാന ഇടത്താവളമായിട്ട് നമ്മുടെ ഈ കൊച്ചു കൊട്ടാരം തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഒരു കൊട്ടാരം തന്നെ അവർ പണിയുകയും ചെയ്തിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തിരുവിതാംകൂർ, വേണാട് രാജഭരണങ്ങൾ പരവൂരുമായി ഏറെ ബന്ധപ്പെട്ടു വരുന്നത് പൊഴിക്കര ദേശത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പൊഴിക്കരയിൽ രാജകുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വീട്ടുപേരുകൾ ധാരാളമായി കാണുന്നത്. കുതിരപ്പന്തി, കളരിയിൽ, എൺമഠം, മഞ്ചേരി, കോതേത്ത്, അഞ്ചപ്പുര, ഉപ്പൂട്, കട്ടപ്പള്ളി തുടങ്ങിയ രാജകീയ പ്രസിദ്ധിയുള്ള വീട്ടുപേരുകൾ ഇപ്പോഴും നിലവിലുണ്ട്.
എന്തിനും പോന്ന ആയുധാഭ്യാസികളായ ധാരാളം പടയാളികളും പൊഴിക്കരയിൽ ഉണ്ടായിരുന്നു എന്നത് എൻ്റെ നാടിൻ്റെ ചരിത്ര കൗതുകങ്ങളാണ്. രാജാ കേശവദാസൻ്റെ മരണത്തിനു ശേഷം ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ദിവാനായി. ജയന്തൻ നമ്പൂതിരിയുടെ ദുർഭരണത്തിനെതിരായി വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം ആരംഭിച്ചു. ഈ ജനകീയ സമരത്തിൽ പരവൂർ നിവാസികളും ശക്തമായി പങ്കെടുത്തു. വേലുത്തമ്പിയുടെ അറിയിപ്പനുസരിച്ച് വടക്ക് ദേശങ്ങളിൽ നിന്നെത്തിയ സമരക്കാർ തങ്ങിയത് പൊഴിക്കരയിലായിരുന്നു. പൊഴിക്കരയിൽ നിന്നും നല്ലൊരു ജനാവലി സമരത്തിനായി തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്തു. ഉന്നത നിലവാരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സംഘബോധം പണ്ടുമുതൽ തന്നെ പരവൂരിലെ ജനാവലിക്കുണ്ടായിരുന്നു. ഈ രണ്ട് ആൽമരങ്ങൾ എൻ്റെ നാടിൻ്റെ ചരിത്രവീഥികളിൽ തണൽ വീശി നിൽക്കുന്നു. എത്രയെത്ര ചരിത്ര സംഭവങ്ങളുടെ തേരോട്ടങ്ങൾക്ക് മൂകസാക്ഷിയാണ് ഈ മുത്തശ്ശിമരങ്ങൾ. ഈ പൊഴിമുഖത്തെ ഓരോ മൺപാതയും രാജവീഥികളാണ്. എത്രയോ മഹാരഥന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ നാട്ടുവഴികൾ. ഇത് എൻ്റെ നാടിൻ്റെ ഗരിമയുടെ പൊൻവസന്തം തുടിക്കുന്ന ചരിത്രപഥം തന്നെയാണ് പൊഴിക്കര, പൊഴിമുറിഞ്ഞുണ്ടായ കര. ഇത്തിക്കരയാറ് പരവൂർ കായലിൽ പതിച്ച് അറേബ്യൻ കടലിൽ വിലയം പ്രാപിക്കുന്നതും ഈ കരയെ തലോടിക്കൊണ്ടാണ്. മൊത്തത്തിൽ മനം കവരുന്ന ഒരു രൂപഭംഗിയാണ് പൊഴിക്കരയ്ക്ക്. കടലിരുമ്പത്തിനെ വെള്ളി വിധാനിച്ചും ചെമ്പട്ട് വിധിച്ചും ഉന്നത സ്ഥാനത്ത് ശാന്താകാരത്തിലുള്ള ശ്രീകോവിലും നാലമ്പലവും മുഖമണ്ഡവും ആനക്കൊട്ടിലും പ്രവേശന കവാടവും കളിത്തട്ടും മതിൽ കെട്ടി വേർതിരിച്ച തീർത്ഥക്കുളവും ചിരപുരാതനമായ സർപ്പക്കാവും കുളിർമയേകുന്ന മണ്ണിൽ വേരുകളൂന്നി അമ്പരചുംബിയായി കുടപിടിച്ചു നിൽക്കുന്ന രണ്ട് അരയാലുകളുടെ ദലമർമരവും ആരെയും ഭക്തിസാന്ദ്രമാക്കും. Please subscribe Jewel Junction Media.